മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങിയിട്ട് ഇന്ന് 1 വർഷം. 6.5 പതിറ്റാണ്ടോളം മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും ശബ്ദം നൽകിയ ആ സംഗീതയാത്ര 2025 ജനുവരി 9-നാണ് അവസാനിച്ചത്. 16,000-ലേറെ ഗാനങ്ങളിലൂടെ ഇന്നും സംഗീതപ്രേമികളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമൽ ഉറക്കമാണ് ഉണർത്തരുതേ. അതെ, അദ്ദേഹം സുഖനിദ്രയിലാണ്. ഈ വരികളിലെ ലാവണ്യം പോലെ മലയാളിയുടെ സംഗീത ഹൃദയത്തിൽ പ്രണയത്തിന്റെ സുഗന്ധം പടർത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങിയിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ആ ശബ്ദമാധുരി ഇനി നേരിട്ട് കേൾക്കാനാകില്ല എങ്കിലും പാടിയ ഓരോ വരിയിലും ഒരു തേങ്ങലായും തെന്നലായും ജയേട്ടൻ ഇന്നും നമുക്കൊപ്പമുണ്ട്. 1100-ലധികം സിനിമകളിലായി 10,000-ലേറെ ഗാനങ്ങൾ. ഭാരതീയ സംഗീത ലോകത്ത് തന്നെ അത്ഭുതമായിരുന്ന പി ജയചന്ദ്രൻ 2025 ജനുവരി 9-നാണ് സംഗീത പ്രേമികളെ കണ്ണീരിലാഴ്ത്തി വിടവാങ്ങിയത്. യേശുദാസ് നിറഞ്ഞു നിന്ന കാലത്തും തന്റെ തനതായ ശൈലിയും ഭാവസാന്ദ്രമായ ശബ്ദവും കൊണ്ട് സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ജയചന്ദ്രന് കഴിഞ്ഞു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, അനുരാഗഗാനം പോലെ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു, നീയൊരു പുഴയായി, ആലിലത്താലിയുമായി, നീലഗിരിയുടെ സഖികളെ, അറിയാതെ അറിയാതെ, അങ്ങനെ എത്രയെത്ര ഗാനങ്ങളാണ് മലയാളികൾക്കായി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം വിടവാങ്ങിയത്. ദേശീയ പുരസ്കാരവും ജെ.സി. ഡാനിയൽ പുരസ്കാരവും അടക്കം നിരവധി അംഗീകാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. എങ്കിലും അവാർഡുകളെക്കാളൊക്കെ ഉപരിയായി ഓരോ മലയാളിയുടെയും സ്വീകരണ മുറിയിൽ തന്റെ ശബ്ദം എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. ഭാവഗായകൻ എന്ന പേര് അന്വർത്ഥമാക്കിയ ആ ശബ്ദമാധുരിക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുകയാണ് മലയാള സംഗീത ലോകം. ന്യൂസ് ഡെസ്ക്, ജനം.